നമസ്കാരം. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന യൂട്യൂബ് ചാനൽ മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ്സ് അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞാറ്റ ഇച്ചായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. വർഷങ്ങളായിട്ട് യൂട്യൂബിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആണ്. കുറേ നാളുകളായിട്ട് ഡെയിലി വ്ലോഗ്സും ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരി രണ്ടാമത് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പം സെക്കൻഡ് പ്രഗ്നൻസി ഒരു 6th മന്ത് എത്തിയ സമയത്ത് പുള്ളിക്കാരിക്ക് ഒരു ഇഷ്യൂ വരുവാണ്. ആ പ്രഗ്നൻസിയിൽ ഒരു ഇഷ്യൂ വന്നിട്ട് കുഞ്ഞ് അബോർട്ടായി പോവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് എന്തോരം വിഷമത്തിലായിരിക്കും ആ പുള്ളിക്കാരി ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ പെൺകുട്ടി ഏത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ റിയൽ ഇഷ്യൂ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം കമന്റുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്, നമ്മളോട് പറയാനുള്ള സജഷൻസ്, അതൊക്കെ തന്നെ നമുക്ക് കമന്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പക്ഷെ കമന്റില് വേറൊരു വെല്ലുവിളിയും കൂടി ഉണ്ട്. കുറെ നെഗറ്റീവ് കമന്റുകൾ ഇടാൻ വേണ്ടി വരുന്ന കമന്റോളികൾ. അപ്പൊ ഇത്തരം കമന്റോളികളെയും കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇപ്പൊ കുഞ്ഞാറ്റ. വല്ലാത്ത രീതിയിൽ മാനസികമായിട്ട് കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി കുഞ്ഞാറ്റ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി സംസാരിക്കാം. ഞാൻ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലായിട്ട് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ 6th മന്താണ്, 6ാം മാസമാണ്. നമ്മുടെ 5th മന്ത് സ്കാനോട് കൂടിയിട്ടാണ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. ജനറ്റിക്കലി ഉള്ള പ്രശ്നമാണ്, അല്ലാതെ ഞാൻ പണിയെടുത്തിട്ടോ ഞാൻ ഓടി നടന്നിട്ടോ ഞാൻ റെസ്റ്റ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള പണിയല്ല. എനിക്ക് എൻ്റെ വീട്ടിൽ ചെയ്യുന്ന പണി എനിക്ക് ഒരുപാട് കഠിന അധ്വാനിയായിട്ടോ അല്ലെങ്കിൽ കഠിന പണിയായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ മിക്കുനെ അറിഞ്ഞപ്പോഴും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാൽ അറിയാം, ഞാൻ ഇതുപോലെ തന്നെ പണിയെടുത്ത് തന്നെയാണ് ഞാൻ മിക്കുനെയും പ്രസവിച്ചത്. അല്ലാതെ ഞാൻ റെസ്റ്റ് എടുക്കാഞ്ഞിട്ട് എൻ്റെ കൊച്ചിനെ ഞാൻ കാരണമായിട്ട് ഞാൻ ഒന്നും വെച്ച് വെച്ചിട്ടില്ല. എന്നെ കുത്തി നോവിക്കരുതെന്ന് ഓരോ വീഡിയോയുടെ താഴെ, ഓരോ പഴയ വീഡിയോസിൻ്റെ താഴെ ഓരോരുത്തർ കമൻറ്റ് ആയിട്ടും കൊച്ച് അബോട്ടായി, നീ കളഞ്ഞല്ലോ, ഞാൻ റെസ്റ്റ് എടുക്കാത്തതുകൊണ്ട് പോയല്ലോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് ദൈവം അങ്ങനെ തന്നത്. ഞാനിപ്പോൾ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോവാണ്. ഇത് വല്ലാത്ത കഷ്ടമാണ് കേട്ടോ നിങ്ങൾ കാണിക്കുന്നത്. ആരെയും ഇങ്ങനെ ദ്രോഹിക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ്രോഹമാണ്. ആ പെൺകുട്ടി ഇപ്പൊ ഏത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് അവരുടെ ആ ഒരു പൊസിഷനിൽ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഒരമ്മയ്ക്ക് മാത്രമേ ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. 6 മാസം വയറ്റിലിട്ടുകൊണ്ട് നടന്ന ആ കുഞ്ഞ് ഇല്ലാതെയാകുന്നു, അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ മുഖം പോലും കാണാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ പിന്നെയും അവരെ ചെന്ന് കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അവരുടെ വീഡിയോയുടെ അടിയിൽ ചെന്നിട്ട് കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കാരണമാണ് കുഞ്ഞ് നഷ്ടപ്പെട്ടത്, അവർ അമിതമായിട്ട് ജോലി ചെയ്തത് കൊണ്ടാണ്, അവർ റെസ്റ്റ് എടുക്കാത്തത് കൊണ്ടാണ്, ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടലുകൾ നടത്തിയിട്ടാണ്. വളരെ മോശമാണ്. ഈ രീതിയിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി ഇടപെടാനോ അവരെ ജഡ്ജ് ചെയ്യാനോ അവരെ കുറ്റപ്പെടുത്താനോ നമുക്ക് ഒരു അവകാശവുമില്ല. അവരുടെ മനസ്സിപ്പോൾ ഓൾറെഡി വലിയൊരു മുറിവിലാണ്. ആ മുറിവിനകത്തോട്ട് ചെന്നിട്ട് പിന്നെ കത്തിയിട്ട് ആ മുറിവ് വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മുറിവ് ഉണങ്ങാൻ സമ്മതിക്കാതെ പിന്നെ അവരെ മെന്റലി ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ ഫിസിക്കലി ദ്രോഹിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും വലിയ തെറ്റാണ് മാനസികമായിട്ട് ഉപദ്രവിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ നമുക്ക് നെഗറ്റീവ് ഓളികളെന്നോ കമന്റ് ഓളികളെന്നോ എന്നുള്ള ലേബിലൊന്നും വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. സാഡിസ്റ്റുകൾ അങ്ങനെ വേണം വിളിക്കാൻ. അതായത് മറ്റുള്ളവരുടെ വിഷമം കണ്ട് ആനന്ദിച്ച് ആഹ്ലാദിച്ച് അവരെ പിന്നെ കുത്തി നോവിച്ച് പിന്നെ അവരുടെ വേദന കണ്ട് ആഹ്ലാദിക്കുന്നവരെ സാഡിസ്റ്റ് എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? ഇപ്പൊ ആ ഒരു പ്രവൃത്തിയാണ് ഈ കമന്റ് ഇടുന്ന ആൾക്കാരൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുറെ ആൾക്കാർ വന്നിട്ട് പറയും, അതായത് അവരിങ്ങനെ ലൈഫ് സ്റ്റൈലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എടുത്ത് വ്ലോഗായിട്ട് ഇട്ടത് കൊണ്ടല്ലേ, ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വ്ലോഗായിട്ട് ഇട്ടത് കൊണ്ടല്ലേ പ്രശ്നമായത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത് എന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവരൊരു ലൈഫ് സ്റ്റൈൽ വ്ലോഗറാണ്, ഡെയിലി വ്ലോഗ് ചെയ്യുന്ന വ്യക്തിയാണ്. അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്താ യൂട്യൂബിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് ആര്? അവരുടെ സബ്സ്ക്രൈബേഴ്സ്. ഈ വ്ലോഗും ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് എന്ത് അവരെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായത്. അപ്പൊ അത് കാണാൻ ആഗ്രഹിക്കുന്നവർ കണ്ടോളൂ. ഇവരുടെ വീഡിയോ പോയി കണ്ടിട്ട് അവരെ ചുമ്മാ കയറി ജഡ്ജ് ചെയ്യുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് വളരെ മോശമാണ്. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണാതിരുന്നാൽ പോരെ. എന്തിനാണ് അവരെ കുത്തി നോവിക്കുന്നത്? പിന്നെ ഈ ലൈഫ് സ്റ്റൈൽ വ്ലോഗിങ്ങും ഇങ്ങനെ യൂട്യൂബിലൂടെ ലൈഫ് സ്റ്റൈലൊക്കെ ഷെയർ ചെയ്യുന്നത് വലിയൊരു ഗുരുതര തെറ്റാണ് എന്ന് പറയുന്നവരോട്, അവരാരെയും കട്ടും മോഷ്ടിച്ചും കൊലപാതകം നടത്തി ഒന്നുമല്ലല്ലോ ജീവിക്കുന്നത്. മാന്യമായിട്ടല്ലേ ജീവിക്കുന്നത്. മാന്യമായ എന്ത് തൊഴിൽ ചെയ്ത് ഈ നാട്ടിൽ ജീവിക്കാം. മാന്യത ഇല്ലാത്ത തൊഴിലുകളൊക്കെ ചെയ്ത് കട്ടും മോഷ്ടിച്ചും കൊലപാതകം നടത്തിയും കള്ളക്കടത്ത് നടത്തിയും ഒക്കെ ജീവിക്കുന്ന ഒരു നിരവധി ആൾക്കാരുണ്ട് ഇവിടെ. ഒരുപാട് പണക്കാരായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഇടയിൽ ഇത് മാന്യമായിട്ടുള്ള തൊഴിൽ തന്നെയാണ്. അവർ മര്യാദയ്ക്ക് ജീവിച്ചു പോവുകയാണ്. പിന്നെ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കമന്റുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം കമന്റുകളിലൂടെ തന്നെയാണ് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ ചോറ്. വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് സബ്സ്ക്രൈബേഴ്സിന്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരിക്കണം. അവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോസ് ഉണ്ടായിരിക്കണം. അവർക്ക് അലോസരം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വ്യൂസ് കുറയും. അപ്പോൾ ഉറപ്പായിട്ടും എന്താണ്, ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം കമന്റുകൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതൊരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല.
ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും യൂട്യൂബേഴ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് കമന്റുകൾ വളരെയധികം വാല്യുബിൾ ആണ്. അവർ പറയുന്നതൊക്കെ തന്നെ എന്താണ്, നമുക്ക് വാല്യുബിൾ ആണ്. അപ്പൊ ദയവ് ചെയ്ത് പക്ഷെ നിങ്ങൾ കമന്റുകൾ ഇട്ടോ, കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചോളൂ. പക്ഷേ അവരുടെ സാഹചര്യം കൂടി മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി, കമന്റുകൾ ഇടാൻ വേണ്ടി. മരണ വീട്ടിൽ ചെന്ന് ചിരിക്കുന്ന രീതിയിലാണ് ഇപ്പൊ നിങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരാളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുക. അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല, അവരെ ചെന്ന് ദ്രോഹിക്കാതെ ഇരിക്കുക. വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല, കുഞ്ഞാറ്റയോട് എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നിയിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയാണ്. അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒത്തിരി ജോലികൾ അവർ ചെയ്യാറുണ്ട്. ഇപ്പൊ വീട്ടുജോലി, കുഞ്ഞിനെ നോക്കുന്നതെല്ലാം ഒഴിച്ച് പിന്നെ എന്താണ്, അവരൊരു ബ്യൂട്ടീഷ്യനാണ്, അതുകൂടാതെ തന്നെ ഒരു ബ്ലോഗറാണ്, അതുകൂടാതെ തന്നെ എന്താണ്, തുണികളൊക്കെ തയ്ച്ചു കൊടുക്കാറുണ്ട്, ഒരു ഡിസൈനറാണ്. അങ്ങനെ ഒരുപാട് തൊഴിലുകൾ അവർ ജീവിക്കുന്നവരാണ്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന സ്ത്രീയാണ്. അപ്പൊ അവരോട് ബഹുമാനം തോന്നിയില്ലെങ്കിലും, അവരെ അപ്രിഷ്യേറ്റ് ചെയ്തില്ലെങ്കിലും, അവരെ അഭിനന്ദിച്ചില്ലെങ്കിലും അവരെ ചെന്ന് ഉപദ്രവിക്കാതെ ഇരിക്കുക, അവരെ മാനസികമായിട്ട് തളർത്താതെ ഇരിക്കുക. അല്ലാത്ത സാഹചര്യങ്ങളിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തിക്കോ, അവരോട് നെഗറ്റീവ് പറഞ്ഞോ. പക്ഷെ ഈ സാഹചര്യത്തിലല്ല നിങ്ങൾ ഇങ്ങനത്തെ പ്രവർത്തികളൊന്നും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാതെ ഇരിക്കുക. കമന്റോളികളോടാണ്, നിങ്ങൾക്ക് അഥവാ അത്രയ്ക്ക് നാവ് ധരിക്കുന്നുണ്ടെങ്കിൽ മിണ്ടാതെ ഒന്നിരുന്നാൽ പോരെ. എന്തിനാ ചെന്ന് ഈ രീതിയിലൊക്കെ അവരെ ദ്രോഹിക്കാൻ വേണ്ടി പോകുന്നത്? അത് വളരെയധികം കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. മൈൻഡ് ചെയ്യാതെ ഇരിക്കുക എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പക്ഷെ എത്രയെന്ന് വെച്ചാണ് മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നത്? ഈ രീതിയിൽ വളരെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു കമന്റ് കാണുമ്പോൾ അവർക്ക് എന്ത് വിഷമമാണ് ഉണ്ടാക്കുന്നത്? ആ ഒരു വിഷമം ഓർത്തെങ്കിലും അവരെയൊക്കെ ചെന്ന് ഇങ്ങനെ കുത്തി നോവിക്കാതെ ഇരിക്കുക.